സായിരാം. എല്ലാവർക്കും നമസ്കാരം. അപരോക്ഷ അനുഭൂതി നമുക്ക് തുടർന്ന് നോക്കാം. ശ്രീഹരിം പരമാനന്ദം ഉപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം നമാമ്യഹം. കഴിഞ്ഞ ദിവസം 16-ാമത്തെ ശ്ലോകമാണ് നോക്കിയത്. ഇന്ന് 17-ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് ആരംഭിക്കാം. ആത്മാവിനിഷ്കളോ ഹേകോ ദേഹോ ബഹുഭിരാവൃതഃ തയോരൈക്യം പ്രപശ്യന്തി കിമജ്ഞാനമദഃ പരം. ആത്മാ വിനിഷ്കളോ ഹേകോ ദേഹോ ബഹുഭിരാവൃതഃ തയോരൈക്യം പ്രപശ്യന്തി കിമജ്ഞാനമദഃ പരം. ഈ ശ്ലോകം തൊട്ട് ആചാര്യസ്വാമികള് ഓരോ കാര്യത്തെയും ഡീറ്റെയിൽ ചെയ്ത് പറയുകയാണ്. ഈ ഇതിനു മുമ്പൊക്കെ ചുരുക്കി വളരെ ഷോർട്ടായിട്ടാണ് പറഞ്ഞിരുന്നത് ഓരോ ആൻസറുകൾ. ഇനി ഓരോ സബ്ജക്റ്റിനെ എടുത്തുകൊണ്ട് അതിനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണ്. വേദാന്തത്തില് ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതില് പ്രധാനമായിട്ട് വേദാന്തത്തില് 4 കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടതും ആ 4 കാര്യങ്ങളാണ്. അതാണ് നമ്മുടെ അജ്ഞാനത്തെ മാറ്റുന്ന കാര്യങ്ങൾ. ഒന്ന് ആത്മവിചാരം, അതായത് ജീവവിചാരം. ഞാൻ, എന്നെ പറ്റിയ വിചാരം. ഞാൻ, നമ്മൾ പറയുന്ന ഞാൻ, എന്നെ പറ്റിയുള്ള വിചാരം. രണ്ടാമത് ഈശ്വര വിചാരം. മൂന്നാമത് ജഗത് വിചാരം, ഈ കാണുന്ന പ്രപഞ്ചം, ലോകം, അതിനെക്കുറിച്ചുള്ള വിചാരം. 4 ജീവ ഈശ്വര സംബന്ധ വിചാരം. ജീവനും ഈശ്വരനും തമ്മിൽ എങ്ങനെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, എന്താണ് സംബന്ധം എന്നുള്ളതിനെ കുറിച്ചുള്ള വിചാരം. ഈ 17-ാമത്തെ ശ്ലോകം മുതൽ 40-ാമത്തെ ശ്ലോകം വരെ ആത്മവിചാരമാണ് ചെയ്യുന്നത്. വളരെ വിശദമായിട്ട് ആത്മവിചാരം ചെയ്യുകയാണ് ആചാര്യസ്വാമികൾ. അഹം എന്ന പദത്തിന്റെ യഥാർത്ഥ അർത്ഥത്തെ ഉപദേശിച്ചു തരുന്നു. അതാണ് നമുക്കറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത്. അതാണ്. പിന്നെ അതിൽ നിഷ്ഠനായിരിക്കലാണ് പിന്നത്തെ കാര്യങ്ങൾ. അപ്പോ അഹം എന്ന പദത്തിന്റെ യഥാർത്ഥ അർത്ഥത്തെ ഉപദേശിച്ചു തരുന്നു. അതായത് ജീവവിചാരം. ആത്മവിചാരം എന്ന് പറഞ്ഞാൽ ജീവവിചാരം തന്നെയാണ്. നമ്മളെല്ലാം ഓരോ ജീവന്മാരാണ്. അപ്പോ പിന്നെ ത്വം പദവിചാരം എന്നും പറയാം. ത്വം പദവിചാരം. തത്വമസിയാണ് ഉപനിഷത്തിന്റെ വഴി. തത്വമസി, അതാണ് ഉപനിഷത്തിന്റെ പതി. ആ വേദാന്ത സാരമാണ് തത്വമസി. വേദാന്തത്തിന്റെ സാരമാണ് തത്വമസി എന്ന്. എന്നാൽ തത്വമസിയില് എന്തൊക്കെയുണ്ട്? ത്വം പദവിചാരം ഉണ്ട്, തത് പദവിചാരമുണ്ട്, അസി പദവിചാരമുണ്ട്. ഈ 3 കാര്യങ്ങളും കൂടിയതാണ് തത്വമസി. തത്, ത്വം, അസി. ഈ 3ഉം വിചാരം ചെയ്താലേ അതിൻ്റെ യഥാർത്ഥമായിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്തോ അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ 3 വിചാരമാണ് തത്വമസിയിൽ അടങ്ങിയിരിക്കുന്നത്. തത്പദ വിചാരം, അതായത് ഈശ്വര വിചാരം. തത് എന്ന് കേട്ടാൽ ഈശ്വരൻ ഓർമ്മ വേണം. തത്പദ വിചാരം, ഈശ്വര വിചാരം. ത്വം 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 എന്ന് കേൾക്കുമ്പോൾ അഹം, ഞാൻ, ജീവൻ എന്നുള്ളതിനെ ഓർമ്മ വരണം. അസി എന്ന് പറയുമ്പോ ജീവനും ബ്രഹ്മവും തമ്മിലുള്ള ഐക്യത്തെ ഓർമ്മ വരണം. ജീവ ബ്രഹ്മ ഐക്യം. ഇവിടെ നമുക്ക് ഈ ശ്ലോകത്തിൽ തുടങ്ങി വിചാരത്തിലാണ് ആചാര്യസ്വാമികൾ നമ്മളെ ഉപദേശിക്കുന്നത്. ഇപ്പൊ നമ്മളൊരു ജോലിക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹയർ സ്റ്റഡീസിന് പോകണമെങ്കിൽ, എന്ത് കാര്യത്തിനാണെങ്കിലും, ഒഫീഷ്യലായിട്ടുള്ള എന്ത് കാര്യത്തിനും നമ്മളുടെ ബയോഡാറ്റ ചോദിക്കും, അല്ലേ?
നമ്മളെല്ലാവരും ബയോഡാറ്റ, നമ്മുടെ കയ്യിൽ നമ്മുടെ ബയോഡാറ്റ ഉണ്ട്. ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങളുടെ ബയോഡാറ്റ തരൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ബയോഡാറ്റ കൊടുക്കും. എന്താണ് ബയോഡാറ്റയില്? അത് നോക്കിയിട്ടാണ് ഒരാൾ നമ്മളെ സെലക്ട് ചെയ്യുന്നത്. ബയോഡാറ്റ നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. എന്തിനാണെങ്കിലും ഏത് കാര്യത്തിനും ബയോഡാറ്റ നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. ഒരു പ്രഭാഷണം നടത്താൻ ഒരാളെ വിളിക്കണമെങ്കിലും അയാളുടെ ബയോഡാറ്റ നോക്കും. എത്ര മാത്രം ക്വാളിഫിക്കേഷൻ ഉണ്ട്, എന്തൊക്കെയാണ്, എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്, എവിടെ പോയിട്ടുണ്ട്, ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പഠിച്ചിരിക്കുന്നത്, എന്തൊക്കെയാണെന്ന് നോക്കും. ഒരു ജോലിക്ക് പോകണമെങ്കിലും ഇതേ കാര്യങ്ങൾ നോക്കും. എന്തിനും ഏതിനും ബയോഡാറ്റയാണ് മുഖ്യം. അതിലെന്തൊക്കെ ഉണ്ടാവും? അതിൽ പേരുണ്ടാവും, പ്രായം, ഏജ് ഉണ്ടാവും, ജനിച്ച സ്ഥലം കാണും, ഇപ്പൊ താമസിക്കുന്ന സ്ഥലം കാണും, എന്തെല്ലാം ക്വാളിഫിക്കേഷൻസ്, എന്തെല്ലാം പഠിച്ചിട്ടുണ്ട്, ഏതെല്ലാം പ്രൊഫഷണലായിട്ട് പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ചിലതിൽ ഹൈറ്റും വെയിറ്റും കൂടെ കാണും, അസുഖങ്ങളൊന്നും ഉണ്ടോ ഇല്ലയോ അതും കാണും. ഇങ്ങനെ പല രീതിയിൽ. ഏതായാലും ഇതെല്ലാമാണ് മൊത്തത്തിൽ ഉള്ള കാര്യങ്ങളാണ് അതിനകത്ത് ചോദിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സ്ഥൂല ശരീരധർമ്മങ്ങൾ, സ്ഥൂല ശരീരധർമ്മങ്ങളാണ് അതിൽ കാണുന്നത്. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. സ്ഥൂല ശരീരത്തെ സംബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ് അതിനകത്തുള്ളത്. ഇതിനെയാണ് ഞാൻ എൻ്റെ ബയോഡാറ്റ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നത്. ഞാൻ ഇതാണ്. നിങ്ങൾ ആരാണ്? ദേ ബയോഡാറ്റ തന്നിട്ടുണ്ടല്ലോ, നോക്കിക്കോളൂ. ഇത് വ്യവഹാരം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് വെച്ചാണ് നമ്മൾ വ്യവഹാരം ചെയ്യുന്നത്. ആ ബയോഡാറ്റയിൽ നിങ്ങളുടെ ബയോഡാറ്റ തരൂ എന്ന് പറഞ്ഞേച്ച് അത് തരുമ്പോൾ നെയിം എന്നുള്ളതിൻ്റെ നേരെ ആത്മാ എന്ന് എഴുതി അങ്ങോട്ട് കൊടുത്താൽ, വേറൊന്നും എഴുതാനില്ലല്ലോ. ആത്മാന്ന് എഴുതി പിന്നെ അവിടെ വേറെ യാതൊന്നും എഴുതാൻ പറ്റില്ല. പ്രായം എഴുതാൻ പറ്റില്ല, ഒന്നും എഴുതാൻ പറ്റില്ല, ഒരു കാര്യം എഴുതാൻ പറ്റത്തില്ല. അപ്പൊ ആത്മാ എന്ന് എഴുതി അങ്ങ് കൊടുത്താൽ എങ്ങനെ ഇരിക്കും? ഉടനെ ഏറ്റവും അടുത്ത ആശ്രമം ഏതാണോ അങ്ങോട്ട്, അല്ലെങ്കിൽ പിന്നെ അറിയാലോ മറ്റൊരു ആശുപത്രിയിലേക്കോ എവിടേക്കെങ്കിലും ആയിരിക്കും നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ വഴി തിരഞ്ഞെടുക്കണം എന്നൊരു മറുപടി നമുക്ക് ലഭിക്കും. അപ്പോൾ അവർക്ക് ആവശ്യം അതല്ല, സ്ഥൂല ശരീരത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അവർക്കറിയേണ്ടത്. നമ്മളും എന്താ വിചാരിച്ചിരിക്കുന്നത്? അവർ നമ്മളെക്കുറിച്ച് ചോദിക്കുക എന്ന് പറയുമ്പോൾ വേദാന്തത്തിൽ പറയുന്ന ഞാനല്ല, വ്യവഹാരത്തിൽ വരുന്ന സ്ഥൂല ശരീരത്തെക്കുറിച്ചുള്ള ഞാനാണ് നമ്മൾ അവിടെ രേഖപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോ അങ്ങനെയാണെങ്കിൽ ഈ ഞാൻ എന്ന് പറയുന്നതിൻ്റെ ഉണ്മയായ പൊരുൾ എന്താണ്? ഇതെല്ലാം സ്ഥൂല ശരീരധർമ്മങ്ങളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ന് പറയുന്നതിന്റെ ശരിയായിട്ടുള്ള പൊരുൾ എന്താണ്? ഇപ്പോ ഞാൻ എന്നതിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കിയാൽ പിന്നെ നമ്മൾ ഇപ്പോൾ ഉദ്ദേശിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ ശരിയായിട്ട് വർക്ക് ചെയ്യുമോ? യഥാർത്ഥമായ ഞാൻ എന്ന പദത്തിൻ്റെ അർത്ഥം മനസ്സിലായാൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ എന്ന പദത്തിൻ്റെ അർത്ഥം അതെങ്ങനെയാവും? അതുകൊണ്ട് നമ്മുടെ രീതിയെ മൊത്തം മാറ്റേണ്ടി വരുമോ? പിന്നെ എങ്ങനെയായിരിക്കുന്ന ഒരു ആകെ കൺഫ്യൂഷനാ. ഇപ്പോൾ ഉള്ള ഞാനല്ല ഞാൻ എന്ന് പറയുന്നു, യഥാർത്ഥമായ ഞാൻ ആരെന്ന് മനസ്സിലാക്കിയാൽ പിന്നത്തെ നമ്മുടെ ഗതി എന്താണ്? എല്ലാം മാറ്റേണ്ടി വരുമോ? വല്ലാത്തൊരു ആശങ്കയിൽ വന്നുപെടും. മാറ്റേണ്ടതില്ല എന്നാണ് ആചാര്യസ്വാമി പറയുന്നത്. ഒന്നും മാറ്റണ്ട. വ്യവഹാരത്തിന് ഇത് വേണം, ലോക വ്യവഹാരത്തിൽ ഇത് വേണം. സംസാര സാഗരത്തിൽ നീന്തിക്കിടക്കുമ്പോൾ ഇത് ആവശ്യമാണ്. സംസാരത്തിൽ വന്ന് ജനിച്ച ശേഷം ഇത് ഇല്ലാതെ പറ്റില്ല. ഇതൊക്കെ വേണം. ഇത് ഉപയോഗിക്കണം, ഉപയോഗിക്കാതെ പറ്റില്ല. ഇതാണ് ബയോഡാറ്റ. അത് ഉപയോഗിക്കുകയും വേണം. പക്ഷേ സത്യം അറിയുന്നവനായി ജീവിക്കണം. യഥാർത്ഥമായ ഞാൻ ഈ എഴുതി വെച്ചിരിക്കുന്നതും ഒന്നുമല്ല എന്ന് അവനവന് സ്വയം ഉള്ളിൽ ബോധ്യം ഉണ്ടാവണം. അത്രേ ആവശ്യം. ഈ എഴുതിയതൊന്നുമല്ല ഞാൻ എന്ന് അവനവന് ബോധ്യം വരണം. ഇപ്പൊ അങ്ങനെയല്ല.
ഈ എഴുതിയതാണ് ഞാൻ എന്നും വിചാരിച്ച് നല്ല അഹംഭാവത്തോടു കൂടി തന്നെ ജീവിക്കുന്നത്. ഓരോരുത്തരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ ക്വാളിഫിക്കേഷൻ വളരെ കൂടുതലാണ്, എൻ്റെ അറിവ് വളരെ കൂടുതലാണ്, എല്ലാം എൻ്റെ സൗന്ദര്യം വളരെ കൂടുതലാണ്, എൻ്റെ പൊക്കം വളരെ കൂടുതലാണ്, എല്ലാത്തിലും ഞാൻ ഉയർന്നു നിൽക്കുന്നു എന്നൊരു അഹംഭാവത്തിലൂടെയാണ് ഇപ്പൊ സഞ്ചരിക്കുന്നത്. അതാണ് നമ്മുടെ ബയോഡാറ്റ നമുക്ക് തരുന്ന ഗുണം, അല്ലേ? നല്ല ഗുണമല്ലേ? ബയോഡാറ്റ എന്താ നമ്മളിൽ ചെയ്യുന്നത്? ബയോഡാറ്റ നമ്മളിൽ യഥാർത്ഥ ഞാൻ എന്നതിനെ മറച്ച് അഹങ്കാരത്തോടു കൂടിയുള്ള ഒരു ഞാനിനെ സമ്മാനിക്കുന്നു. ഇനി അഹങ്കാരി അല്ലാത്ത ഒരാൾക്കോ, ഒന്നും ഒന്നും കാര്യമായിട്ടൊന്നും ബയോഡാറ്റയിൽ എഴുതാനില്ലാത്ത ഒരാൾക്കോ, അയാൾക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിനെയും ഇത് സമ്മാനിക്കും, അല്ലേ? ശരീരത്തെ കുറിച്ച് അയാൾക്കൊന്നും പ്രത്യേകിച്ച് എഴുതാനില്ല, നിറം കുറവാണ്, കാണാൻ ഭംഗിയില്ല, ഹൈറ്റ് കുറവാണ്, അങ്ങനെ പല രീതിയിലും ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല, പഠിച്ചിട്ടില്ല, വിദ്യാഭ്യാസവും ഇല്ല. അങ്ങനെ വരുമ്പോഴോ അപ്പോഴും കമ്പാരിസൺ വരുമല്ലോ. അങ്ങനെ വരുമ്പോൾ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, ഒരു ജോലിയും കിട്ടുന്നില്ല, ആരും എടുക്കുന്നില്ല, ആരും സ്വീകരിക്കുന്നില്ല, അവരെല്ലാം നോക്കുന്നത് ബയോഡാറ്റയാണ്. അപ്പോൾ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുമായി. അപ്പൊ രണ്ടും വരും, ഒന്ന് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്, രണ്ട് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. ഇത് രണ്ടുമാണ് ഇത് സംഭാവന ചെയ്യുന്ന കാര്യങ്ങൾ. യഥാർത്ഥ ഞാനല്ല അത്. യഥാർത്ഥ ഞാൻ ഇതൊന്നും സംഭാവന ചെയ്യില്ല. യഥാർത്ഥമല്ലാത്ത ഞാൻ നമുക്കിതെല്ലാം സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഇതും വെച്ചോട്ട് പൊങ്ങച്ചത്തിൽ ജീവിക്കുന്നു. പൊങ്ങച്ചത്തിൽ ഇരിക്കുന്നത് കൊണ്ട്, അഹംഭാരത്തിൽ ജീവിക്കുന്നത് കൊണ്ട് ജ്ഞാനം ലഭിക്കുകയുമില്ല. ഇവിടെയാണ് പ്രശ്നം. ഈ ബയോഡാറ്റ നമ്മുടെ കയ്യിലിരിക്കുന്നിടത്തോളം കാലം വളരെ സൂക്ഷിച്ച് വേണം മുന്നോട്ട് പോകാൻ. കാരണം നമ്മൾ ബയോഡാറ്റയിലാണ് ജീവിക്കുന്നത്. ഞാൻ സംതിങ് ആണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വളരെ ശ്രദ്ധ വേണം. അതിനെന്താ പറയുന്ന ആചാര്യസ്വാമികള്? ബയോഡാറ്റ എടുത്തോളൂ, കുഴപ്പമില്ലല്ലോ, ഇരുന്നോട്ടെ. യഥാർത്ഥ നിങ്ങൾ അതല്ല എന്ന് ഉള്ളില് എപ്പോഴും ഓർത്തിരിക്കണം. അപ്പൊ രണ്ടും വരില്ല, അഹങ്കാരവും വരില്ല, അവനവനെ ഇകഴ്ത്തി കാണുകയുമില്ല. അഹങ്കാരത്തെ ഉപയോഗിക്കുന്നവരായിരിക്കും പക്ഷെ, ഇല്ലേ? അഹങ്കാരത്തെ ഉപയോഗിക്കും. ഈ ബയോഡാറ്റ കയ്യിലുണ്ടെങ്കിൽ അഹങ്കാരത്തെ ഉപയോഗിക്കാതിരിക്കില്ല. ചില സ്ഥലങ്ങളിൽ അത് ആവശ്യം വരും, ചില സ്ഥലങ്ങളിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ ആവശ്യം വരും. അതൊരു എന്താ പറയാ, ഒരു സ്വന്തം ഒരു പ്രൈവറ്റ് അഹങ്കാരമായിട്ടത് കയ്യിലുണ്ടാവും ചില സമയത്ത്. അത് വ്യവഹാരത്തിൽ മാത്രമേ പാടുള്ളൂ എന്നുള്ളൊരു നിർബന്ധമാണ്. അത് വ്യവഹാരത്തിൽ മാത്രമേ ആകാമെന്ന് പറയുന്നു. വ്യവഹാരത്തിൽ മാത്രമേ ആകാവൂ. അതായത് മറ്റുള്ളവരെ വേദനിപ്പിക്കാനാകരുത്, മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുവാൻ വേണ്ടിയിട്ടതാകാം. പിന്നെ മറ്റുള്ളവരിൽ നിന്ന് അറിവ് സ്വീകരിക്കുന്നതിനും അതാകാം. അതായത് അതെങ്ങനെയാ പറ്റുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഹൈലി ക്വാളിഫൈഡ് ഒരാളുടെ അടുത്ത് നിന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊരു മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് നമുക്ക് പറഞ്ഞു തന്നാൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ ആ മിനിമം ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണ് ഞാൻ എന്ന് എൻ്റെ ബയോഡാറ്റയിൽ പറഞ്ഞ് ഞാൻ അതനുസരിച്ച് ആ ഒരു പ്രൈവറ്റ് അഹങ്കാരത്തിൽ നിന്നാലേ അതെനിക്കത് കിട്ടുള്ളൂ. അപ്പൊ അവിടെ അതാകാം. അതേമാതിരി നമ്മൾ കുറെ പേരെ പഠിപ്പിക്കുമ്പോൾ ആ പഠിക്കാനായിട്ട് മുന്നിൽ വന്നിരിക്കുന്നവര് അതിൽ ശരിയായി ശ്രദ്ധിക്കുകയും അവർക്ക് നമ്മളിൽ നിന്ന് അറിവ് കിട്ടുകയും ചെയ്യും എന്ന് അവരുടെ മനസ്സിൽ ഉറപ്പ് വരണമെങ്കിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻസ്, നമ്മുടെ അച്ചീവ്മെന്റ്സ് ഒക്കെ അവിടെ പറഞ്ഞേ പറ്റത്തുള്ളൂ. പക്ഷെ ഈ സമയമെല്ലാം എന്ത് ചെയ്യണം? ഒരു ആത്മാന്വേഷി എന്ത് ചെയ്യണം? ഒരു വേദാന്ത പഠിതാവ് എന്ത് ചെയ്യണം? ഞാൻ ഇതൊന്നുമല്ല, ഇത് ഇവിടത്തെ വ്യവഹാരത്തിന് വേണ്ടി മാത്രമാണ് എന്ന് പൂർണ്ണ ബോധ്യം ഉള്ളിൽ ഉണ്ടായിരിക്കണം. അല്ലാതെ തല പൊക്കി പിടിച്ച് 10 പേരുടെ ഇടയിൽ നിവർന്നു നിന്ന് നടക്കരുത്. വ്യവഹാരത്തിൽ മാത്രമേ ആകാവൂ. ഉള്ളിൻ്റെ ഉള്ളില് ഏറ്റവും വിനയാന്വിതനായിരിക്കണം. ഞാൻ എല്ലാവരിലും പ്രകാശിക്കുന്ന അതേ ശക്തി തന്നെയാണ് എന്നിലും പ്രകാശിക്കുന്നത് എന്ന പരിപൂർണ ബോധ്യത്തോടെ ജീവിക്കണം. ഇനി അങ്ങനെ വരുമ്പോ വ്യവഹാരത്തിൽ മാത്രം അത് ശരിയായിട്ടുള്ള ഞാൻ ആത്മാ എന്ന് തിരിച്ചറിയുമ്പോൾ അതാണ് മോക്ഷം. അങ്ങനെയുള്ള അഹം എന്ന വാക്കിനെ ഇവിടെ ഭഗവാൻ ആചാര്യസ്വാമികള് വിസ്തരിക്കാൻ തുടങ്ങുകയാണ്. ആ യഥാർത്ഥ അഹം എന്നതിനെ വിസ്തരിക്കാൻ തുടങ്ങുന്നു. വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ 4-ാമത്തെ ശ്ലോകം വരെ ആത്മ അനാത്മ വിചാരം, 4-ാമത് ശ്ലോകത്തില് 40-ാമത് ശ്ലോകം വരെ ആത്മ അനാത്മ വിചാരമാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയും. ഇനി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും, പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറയും. അപ്പൊ ആചാര്യസ്വാമികൾ എന്തിനാണ് അങ്ങനെ പറയണേ? ആചാര്യസ്വാമി തന്നെ പറയുന്നു,
ചിലരോട് പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞാൽ ദേഷ്യം വരും. എന്നാൽ ചില കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നതും കേൾക്കുന്നതും അഭ്യാസമാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഭഗവാൻ ബാബ പറഞ്ഞത് തന്നെ എത്രയോ പ്രഭാഷണങ്ങൾ വീണ്ടും വീണ്ടും ഒരേ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. കുട്ടികളോട് സംസാരിക്കുമ്പോഴും ഒരുപാട് കാര്യം വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ ചോദിക്കുകയുണ്ടായി, ഭഗവാൻ പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറയുന്നത് എന്താണ്? കുട്ടികളോട് പറഞ്ഞത് എന്താ വെച്ചാൽ, ഒരു പ്രാവശ്യം പറഞ്ഞാൽ നിങ്ങൾക്കത് സ്വീകരിക്കുന്നില്ല, നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് ഇത് നിങ്ങളുടെ ഉള്ളിലേക്ക് അത്രയും പ്രവേശിക്കുവാനായിട്ടും നിങ്ങൾ നിർബന്ധമായിട്ടും ഇത് പാലിക്കുവാൻ വേണ്ടിയിട്ടുമാണ് വീണ്ടും വീണ്ടും പറയുന്നത്. ഒറ്റ പ്രാവശ്യം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ ആ ഗുരു വീണ്ടും ഇത് പറയേണ്ട ആവശ്യം വരില്ല. നമ്മൾ ആരും ഗുരുക്കന്മാർ പറയുന്നതിനെ അതേപടി സ്വീകരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നില്ല. അതുകൊണ്ട് ഗുരുക്കന്മാർ വീണ്ടും 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 ഇത് ആവർത്തിക്കുന്നു. കാരണം ഇത് അഭ്യാസത്തിൽ കൂടി നേടേണ്ട കാര്യങ്ങളാണ്, പ്രത്യേകിച്ചും ആത്മവിചാരം. അതുകൊണ്ട് ആചാര്യസ്വാമികളും ഇവിടെ പല ശ്ലോകങ്ങളിലും വീണ്ടും വീണ്ടും പറഞ്ഞത് തന്നെ പറയും. കാരണം അത് അഭ്യാസത്തിന് വേണ്ടിയിട്ടാണ്. അവിടെ മടുപ്പ് തോന്നരുത്. അഭ്യാസം വരുംതോറും ഞാനിത് ശരിയായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ, ഞാൻ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കണം. അഭ്യാസം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മനസ്സിൽ നന്നായിട്ട് പതിയുവാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് മനസ്സിൽ പതിഞ്ഞാൽ മാത്രമേ പല സംശയങ്ങളും മാറുകയുള്ളൂ, വ്യവഹാരത്തിൽ ഏർപ്പെടാൻ പറ്റുകയുള്ളൂ. അപ്പൊ 17 മുതൽ 23 വരെ ആചാര്യസ്വാമി നമ്മെ നയിക്കുന്നത് ആത്മാവിന്റെ തന്മ, നേച്ചർ പറഞ്ഞുകൊണ്ടാണ്. പിന്നീട് അനാത്മ എന്ന നമ്മുടെ ശരീരത്തിന്റെ തന്മയെ പറയാൻ പോകുന്നു. അനാത്മാവായ ശരീരത്തിന്റെ തന്മയെ പറയാൻ പോകുന്നു. ആത്മസ്വരൂപം, അനാത്മസ്വരൂപം രണ്ടായിട്ട് മാറും. ആത്മസ്വരൂപം, അനാത്മസ്വരൂപം. ഇവിടെ അനാത്മ എന്നാൽ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരം, അതിനെയാണ് അനാത്മ എന്ന് പറയുന്നത്. ആത്മ അല്ലാത്തത് അനാത്മ, സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരം. ഇതൊക്കെ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ആത്മ അല്ലാത്തതെല്ലാം അനാത്മ. ഈ ലോകവും ആത്മ അല്ല. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ വരും കേട്ടോ. ഈ ലോകവും ആത്മ അല്ല. കല്ല്, മണ്ണ്, വൃക്ഷങ്ങൾ എക്സെട്ര ഇവയൊന്നും ആത്മ അല്ല. ആദ്യത്തെ സ്റ്റേജാണ് ഇപ്പൊ നമ്മൾ പഠിക്കുന്നത്, ശ്രദ്ധിച്ച് പഠിക്കണം. കല്ല്, മണ്ണ്, വൃക്ഷങ്ങൾ എക്സെട്ര ഇവയൊന്നും ആത്മ അല്ല. പക്ഷേ നമ്മുടെ ശരീരത്തെയാണ് ഇവിടെ ആത്മാ അല്ല എന്ന് പറഞ്ഞു തരുന്നത്. അതിലേക്കൊന്നും ഇപ്പൊ പോകണ്ട. ഇവിടെ ശരീരത്തിനെ മാത്രം ചിന്തിക്കുക. ശരീരത്തിനെയാണ് ഇവിടെ പറയുന്നത്. കാരണം പുറത്തുള്ള ഒരു വസ്തുവിനെയും ഞാൻ എന്ന പദത്തിൽ നമ്മൾ ചേർക്കാറില്ല. പുറത്തുള്ള കല്ലിനെ കണ്ടിട്ട് ഞാൻ എന്ന് പറയാറുണ്ടോ? ഇല്ല. ഈ കല്ല് ഞാനാണ് പറയാറില്ലല്ലോ. ഈ വൃക്ഷം ഞാനാണ് പറയാറില്ല. ഈ നദി, ഈ ജലം ഞാനാണ് പറയാറില്ല. ഈ പർവ്വതം, ഈ മല ഞാനാണ് പറയാറില്ല. ഈ കാറ്റ് വീശുന്നു, ഈ കാറ്റ് ഞാനാണെന്ന് പറയാറില്ല. ഈ തീ കത്തിക്കൊണ്ടിരിക്കുന്നു, ഈ തീ ഞാനാണ് പറയാറില്ല. പുറത്തുള്ള ഒന്നിനെയും ഞാനാണെന്ന് പറയാറില്ല. പുറത്തുള്ള ഒന്നിനെയും. പുറത്തുള്ളതെല്ലാം എന്താണ്? പഞ്ചഭൂത സൃഷ്ടിയേ ഉള്ളൂ പുറത്ത്. പഞ്ചഭൂതങ്ങൾ അവ തമ്മിലുള്ള ചേർച്ച കൊണ്ടുണ്ടായിരിക്കുന്നത് മാത്രമേ ഉള്ളൂ പുറത്ത്. സൂക്ഷ്മ പഞ്ചഭൂതം, അതിൽ നിന്ന് സ്ഥൂല പഞ്ചഭൂതം. ഇത് നമ്മൾ ഉപനിഷത്തിൽ പഠിച്ചിട്ടുണ്ട്, വിവേക ചൂടാമണിയിലെല്ലാം പഠിച്ചിട്ടുണ്ട്. ആദ്യം സൂക്ഷ്മ പഞ്ചഭൂതം ഉണ്ടായി, അതിൽ നിന്ന് സ്ഥൂല പഞ്ചഭൂതം ഉണ്ടായി. അപ്പോ ഈ സ്ഥൂല പഞ്ചഭൂതത്തിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ആത്മാ അല്ല എന്നറിയാം. മായ കൊണ്ട് ഉണ്ടായിരിക്കുന്നതാണ് എന്ന് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ ഇവിടെ ഇതിനെ, അപ്പൊ ഈ പുറത്ത് കണ്ട ഈ പഞ്ചഭൂതങ്ങളെ, കാണുന്നതെല്ലാം പഞ്ചഭൂതമാണ്. ആ പഞ്ചഭൂതത്തെ ഞാൻ എന്ന് പറയാറില്ല. ശരീരത്തെയാണ് എപ്പോഴും ഞാൻ എന്ന് പറയുന്നത്. എപ്പോഴും ഞാൻ എന്ന് പറയുന്നത് എന്തിനാണ്? ശരീരത്തിനെ. ഞാൻ അല്ലാത്ത ഈ ശരീരത്തിനെ എന്നാണ് ഓർക്കേണ്ടത് ഇവിടെ. അതെങ്ങനെ ഞാൻ അല്ലാത്ത ഈ ശരീരമാകുന്നേ? പുറത്തുള്ള പഞ്ചഭൂതം ഞാനല്ല എന്ന് പറഞ്ഞു. ആ പഞ്ചഭൂത നിർമ്മിതമാണ് ഈ ശരീരം. അപ്പോൾ ഞാനാണോ? പുറത്തുള്ളത് ഞാനല്ലെങ്കിൽ ഈ ശരീരം എങ്ങനെ ഞാനാവും? കാരണം പുറത്തുള്ള പഞ്ചഭൂതം തന്നെയാണ് ഈ ശരീരം. ശരീരം നിർമ്മിച്ചിരിക്കുന്നത് പഞ്ചഭൂതങ്ങളെ കൊണ്ട്. പുറത്ത് പഞ്ചഭൂതമുണ്ട്, അതിനെ നമ്മൾ കാണുന്നു, സ്പർശിക്കുന്നു, എല്ലാം ചെയ്യുന്നു. അത് ഞാനല്ല എന്ന് നമ്മൾ പറയുന്നു. എന്നിട്ട് നമ്മൾ തന്നെ പറയുന്നു ഈ ശരീരത്തെ ഞാൻ ഞാൻ ഞാൻ
ഈ പഞ്ചഭൂത നിർമ്മിതമായ ശരീരത്തെ ഞാൻ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോ ആത്മാ അല്ലാത്ത ഈ ശരീരത്തെ ആത്മാ എന്ന് വിശ്വസിച്ച് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ഇതിന്റെ പ്രധാന ഭാഗം. ആത്മാ അല്ലാത്ത ഈ ശരീരത്തെ ആത്മാ എന്ന് വിചാരിച്ച് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ടത് അനാത്മാവായ ശരീരത്തെ ഞാൻ അല്ല എന്നറിഞ്ഞിട്ടും വ്യവഹാരം ചെയ്യുന്നത് വേറെ ലെവലിൽ വെച്ചാണ്, അല്ലേ? എന്നിട്ടും വ്യവഹാരം ചെയ്യുന്നത് വേറെ ലെവലിലാണ്. ഒരു കാര്യം അറിഞ്ഞ് വ്യവഹാരം ചെയ്താൽ അതുകൊണ്ട് ബന്ധിക്കപ്പെടുകയില്ല, ബാധിക്കപ്പെടുകയില്ല. അതായത് ശരിക്കും ഒരാൾക്ക് ദേഷ്യം വരുന്നതും ദേഷ്യം അഭിനയിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം നോക്കുക. കുട്ടികളോട് ദേഷ്യപ്പെടാറുണ്ട് വീട്ടിൽ. യഥാർത്ഥമായ ദേഷ്യമാണോ? അല്ലേ? പലപ്പോഴും കുട്ടികളെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടിയിട്ട് ദേഷ്യം അഭിനയിക്കും. നമുക്കറിയാം, കുഞ്ഞുങ്ങളാണ്, അവർക്ക് അത്രേ വിവരമുള്ളൂ, അവർ മനസ്സിലാക്കുമ്പോൾ തെറ്റിദ്ധരിക്കില്ല എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ദേഷ്യപ്പെടും. ആ ദേഷ്യം നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ സമാധാനത്തെ കളയാറില്ല, ശരിയായിട്ട് ചെയ്യുന്നവർക്ക് കേട്ടോ. കുട്ടികളുടെ ദേഷ്യം അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. പല സന്ദർഭങ്ങളും ഉണ്ടാവും ദേഷ്യം അഭിനയിക്കും, പുറത്തും പല കാര്യങ്ങളിലും ദേഷ്യം അഭിനയിക്കും. പക്ഷെ ആ അഭിനയം അത് അഭിനയമാണ്, അത് വ്യക്തമായിട്ട് നമുക്കറിയാം അഭിനയമാണെന്ന്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലെ സമാധാനത്തെ അത് കളയാറില്ല, ഉള്ളിലത്തെ ഭാവത്തെ അത് മാറ്റാറില്ല. ഉള്ളിലുള്ള ഭാവം അങ്ങനെ തന്നെ ഇരിക്കും. ദേഷ്യം അനുഭവിക്കുമ്പോൾ ശാന്തമായിരിക്കും ഉള്ളം. ദേഷ്യം അഭിനയിക്കുകയാണ്, ഉള്ള് ശാന്തമായിരിക്കും. അതുപോലെയാണ് ഞാൻ എന്നത് ശരീരമല്ല എന്നറിഞ്ഞുകൊണ്ട് വ്യവഹാരത്തിൽ ഏർപ്പെട്ടാൽ. ഇതാണ് മഹാത്മാക്കളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. മഹാത്മാക്കൾ എല്ലാവരും ചെയ്തുകൊണ്ടിരുന്ന ഇതാണ്. ശരീരമല്ല എന്ന് സ്വയം അറിഞ്ഞ് വ്യവഹാരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നു. പുറത്തുനിന്ന് കാണുന്ന മണ്ടന്മാരായ നമ്മൾ, എന്തുകൊണ്ടാണ് മണ്ടന്മാരെന്ന് പറയുന്നത്? ശരീരമാണ് ആത്മാ ഞാൻ വിചാരിച്ചു കൊണ്ടിരിക്കുന്ന മണ്ടന്മാരായ നമ്മൾ മഹാത്മാക്കളും അങ്ങനെ തന്നെയാണ് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവരങ്ങനെയാണല്ലോ ഞാനും അങ്ങനെയാണല്ലോ എന്ന് വിചാരിക്കുന്നു. മഹാത്മാക്കളെ പോലെ തന്നെയാണ് ഞാനും. അവരതേ പോകുന്നു, നടക്കുന്നു, ഇരിക്കുന്നു, കുളിക്കുന്നു, ആൾക്കാരുടെ ഇടയിൽ ഇടപഴകുന്നു, ഭക്ഷണം കഴിക്കുന്നു, എല്ലാം ചെയ്യുന്നു. അതുപോലെ തന്നെയല്ലേ ഞാനും. അപ്പോ അദ്ദേഹത്തെ പോലെ തന്നെയാണ് ഞാനും. പക്ഷെ അദ്ദേഹം എത്രയോ ഉയർന്ന തലത്തിലും നമ്മൾ മണ്ടന്മാരുടെ തലത്തിലുമാണ്. ഈ ശരീരത്തെ ഞാൻ എന്ന് നാം വിചാരിച്ച് തീർത്തും അങ്ങനെ തന്നെ എന്ന് വിചാരിച്ചും കൊണ്ടിരിക്കുന്നു. ആചാര്യസ്വാമി അടിവരായിട്ട് പറയാണ്, തീർത്തും അങ്ങനെ തന്നെ വിചാരിച്ചിരിക്കുന്നു. ഒരു ശക്കലം പോലും വേറെ വിചാരമില്ല. ഈ ശരീരം തന്നെ എന്ന് വിചാരിച്ചാണ് ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് രക്ഷപ്പെടാനാണ് ഇപ്പൊ അപരോക്ഷാനുഭൂതി മുതലായ പ്രകരണ ഗ്രന്ഥങ്ങളിൽ കൂടി ആചാര്യസ്വാമിയുടെ പാദത്തിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ജന്മജന്മാന്തരമായിട്ട് ഈ ശരീരത്തെ ഞാൻ 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 എന്ന് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ശരീരത്തിൽ നിന്ന് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് മനസ്സിൽ. അപ്പൊ അതിനെ പതുക്കെ മാറ്റി 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 യഥാർത്ഥ ഞാൻ എന്തെന്നറിയാനാണല്ലോ നമ്മൾ ഈ വേദാന്തം പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ആചാര്യസ്വാമി ഇത് പറയാണ്, ഇങ്ങനെ തന്നെയാണ് നിങ്ങളെല്ലാവരും അങ്ങനെയാണ് ഇരിക്കുന്നത്. പക്ഷെ അത് വ്യവഹാരത്തിലേക്ക് എടുക്കാവൂ. ഉള്ളിന്റെ ഉള്ളില് ഞാൻ ആര് എന്ന് തിരിച്ചറിയണം. അതിനാണ് ഇവിടെ ആചാര്യസ്വാമികൾ ഈ ശ്ലോകങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോ ഈ ശരീരത്തിന്റെ സ്വരൂപത്തെ പറഞ്ഞു, ആത്മാവിന്റെ സ്വരൂപത്തെയും പറയും. ഈ രണ്ടും തീർത്തും വ്യത്യാസപ്പെട്ട സ്വരൂപത്തോടുകൂടെ ഇരിക്കുന്നു എന്ന് പറയുന്നു. ആത്മാ അല്ലാത്ത ശരീരം ഇരിക്കുന്ന സ്വരൂപവും ആത്മാ എന്നുള്ള സ്വരൂപവും രണ്ടും രണ്ടാണ്, രണ്ടും വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞിട്ട് ടോട്ടലി ഓപ്പോസിറ്റ് ആണ്, വിരുദ്ധ സ്വഭാവങ്ങളുള്ളതാണ് എന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇപ്പൊ തന്നെ കുറെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു, നമുക്കറിയാം. പക്ഷെ പ്രാവർത്തികമായി വരുന്നെങ്കിൽ അഭ്യാസം കുറെ കഴിയണം. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഇപ്പൊ നമുക്ക്. അങ്ങനെയാണെങ്കിലും ഞാനെന്ന് വിചാരിക്കാൻ പാടില്ലാത്ത ഈ ശരീരത്തിൻ്റെയും യഥാർത്ഥ ഞാൻ എന്നതിൻ്റെയും തന്മ വിരുദ്ധമാണെങ്കിലും നാം ഇപ്പോൾ രണ്ടിനെയും ഐക്യപ്പെടുത്തി അനാത്മാവായ ശരീരത്തെ ഞാൻ എന്ന് വിചാരിക്കുന്നു. ആരാ ഐക്യപ്പെടുത്തുന്ന? ഇപ്പോ
ഇപ്പൊ നമ്മൾ ഐക്യപ്പെടുത്തുന്നത്. നമ്മൾ എന്തിനാ ഐക്യപ്പെടുത്തുന്നത്? അനാത്മാവിനെയും ആത്മാവെന്ന് ഒറിജിനലി ആത്മാവായ ആത്മാവിനെ മറച്ചുകൊണ്ട് ഈ ശരീരത്തെ, അനാത്മാവായ ശരീരത്തെ ആത്മാ എന്ന്. അപ്പൊ രണ്ടും വിരുദ്ധങ്ങളാണ്. ആ വിരുദ്ധങ്ങളായതിനെ ഐക്യപ്പെടുത്തിയാണ് നമ്മൾ നടക്കുന്നത്. നമ്മൾ പരസ്പര വിരുദ്ധമായ രണ്ടിനെ ഐക്യപ്പെടുത്തി ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ഭയങ്കര വ്യത്യാസമാണ്. എന്തിനെയാണോ ഐക്യപ്പെടുത്താൻ പറ്റാത്ത അതിനെ ഐക്യപ്പെടുത്തിയിരിക്കുക നമ്മൾ. അപ്പൊ നമ്മളാണോ മിടുക്കന്മാരെ, വേദാന്തമാണോ മിടുക്കൻ എന്നുള്ളതാണ്. നമ്മളൊരു ഒരു തരത്തിലും ചേർക്കാൻ പറ്റാത്തതിനെ ചേർത്ത് വെച്ച് വളരെ മിടുക്കോടെ ഞാൻ എന്ന് പറഞ്ഞ് നടക്കുന്നു. പരസ്പര വിരുദ്ധമായ രണ്ട് തത്വങ്ങളെ ഒന്നിച്ചു നിർത്തി ഞാൻ എന്ന് പറയുന്നു. ഇതിനേക്കാൾ വലിയ അജ്ഞാനം വേറെ ഉണ്ടോ എന്നാണ് ചോദ്യം. കറക്റ്റ് അല്ലേ ചോദ്യം? നമ്മളോടുള്ള ചോദ്യം. പരസ്പര വിരുദ്ധമായ രണ്ട് തത്വങ്ങളെ മിടുക്കന്മാരായി നിങ്ങൾ യോജിപ്പിച്ച് നടക്കുന്നു. ഇതിൽ പരം വലിയ അജ്ഞാനം വേറെ ഉണ്ടോ? അപ്പൊ മിടുക്കന്മാരായ എന്നുള്ളതിന്റെ അവിടെ എന്ത് വേണ്ടി വരും? മൂഢന്മാരായ നിങ്ങൾ എന്ന് പറയേണ്ടി വരില്ലേ ആചാര്യസ്വാമിക്ക്? മണ്ടന്മാരായ നിങ്ങൾ പരസ്പര വിരുദ്ധമായ രണ്ടിനെയും ഐക്യപ്പെടുത്താൻ പറ്റാത്തതിനെ ഐക്യപ്പെടുത്തിയിരിക്കുക, എന്നിട്ട് നടക്കുകയാണ്. അപ്പോ ഇതിനെക്കാട്ടിലും വേറെ വലിയ അജ്ഞാനം എന്താണുള്ളത് എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് ആദ്യത്തെ വരി ഒന്ന് നോക്കാം. ആത്മാ വിനിഷ്കളോ ഹേഹോ. എന്താണ് ഏകഹ? ആത്മാ വിനിഷ്കളഹ ഏകഹ. രണ്ട് തന്മകൾ അല്ലെ? ആത്മാ വിനിഷ്കളഹ ഏകഹ. വിനിഷ്കളഹ ഏകഹ. ഏകഹ എന്ന് പറഞ്ഞാൽ ആത്മാ ഒന്നു മാത്രം അല്ലേ? അപ്പൊ ചിലർക്കൊരു സംശയം ഉണ്ടാവും, അത് വേണോ ഇത് വേണോ എന്ന് രണ്ടായിട്ട്, അത് ചെയ്യാമോ ഇത് ചെയ്യാമോ എന്ന് രണ്ട്. ഇങ്ങനെ സംശയം വരുന്നത് എങ്ങനെയാണ്? അത് മനസ്സിലെ വൃത്തികളാണ്. ഇത് ശരിയാണോ അത് ശരിയാണോ, അങ്ങനെയുള്ള ഒരു രണ്ട് ചിന്തകൾ മനസ്സിൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിന്റെ വൃത്തികളാണത്. രണ്ട് ആത്മാവുള്ളത് കൊണ്ടല്ല. ഒരാളങ്ങനെ ചോദ്യം ചോദിച്ചെന്നാ പറയുന്നത്. ശരി എന്ന് തോന്നുന്നുണ്ടല്ലോ ഒരാത്മാവിനും, വേറൊരു ആത്മാവിന് തെറ്റെന്ന് തോന്നുന്നുണ്ടല്ലോ. അപ്പൊ എൻ്റെ ഉള്ളിൽ രണ്ടാത്മാവില്ലേ? ഒരേ ആത്മാവിന് ശരിയും തെറ്റും എങ്ങനെയാ തോന്നുന്നതെന്ന് നല്ല ചോദ്യമല്ലേ? ആത്മാവ് ഒന്ന് ശരിയായിട്ടൊരു കാര്യം തോന്നുന്നു, പിന്നെ തെറ്റായിട്ടൊരു കാര്യം തോന്നുന്നു. രണ്ടു തരം ചിന്തകൾ, ആയിരക്കണക്കിന് ചിന്തകൾ വരുന്നു. അപ്പൊ എങ്ങനെയാ ആത്മാവ് ഒന്നാകുന്നേ? ഓരോ ചിന്തയ്ക്ക് ഓരോ ആത്മാവല്ലേ എന്നൊരു ചോദ്യം. അപ്പോ പറയുന്നു അങ്ങനെയല്ല, അത് മനസ്സിന്റെ വൃത്തികളാണ്, ആത്മാവിന്റെ പരിപാടിയല്ല. അത് മനസ്സിന്റെ വൃത്തികളാണ്. ആത്മാവ് ഒന്നേ ഉള്ളൂ. ആത്മാവിന്റെ ശക്തി കൊണ്ട് മനസ്സ് പ്രകാശിക്കുന്നു. ആ മനസ്സിന് പ്രകാശിക്കാനും അറിയാനുമുള്ള കഴിവ് കൊടുക്കുന്നത് ആത്മാവിന്റെ പ്രകാശം. ആത്മാവ് ഒന്നേ ഉള്ളൂ. ആ ആത്മാവിന്റെ പ്രകാശം കൊണ്ട് മനസ്സ് പ്രവർത്തിക്കുന്നു. ആ പ്രവർത്തനത്തില് മനസ്സിന്റെ പ്രവർത്തനം എപ്പോഴും വൃത്തികളെ ഉണ്ടാക്കുകയാണ്, ചിന്തകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കലാണ് മനസ്സിന്റെ പ്രവൃത്തി. അല്ലാതെ അത് പല ആത്മാവായതുകൊണ്ടല്ല എന്നിവിടെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ശരീരവും ഒന്നാണല്ലോ എന്ന് ചോദിച്ചാൽ ഏകഹ അല്ലേ? അപ്പോ പറയുന്നു എന്നാൽ അങ്ങനെയല്ല, ആത്മാ വിനിഷ്കളഹ, ഡിവിഷൻലെസ്. ആത്മാ ഡിവിഷൻലെസ് ആണ്, വേർതിരിക്കാൻ പറ്റാത്തതാണ് ആത്മാ. ആത്മാവിനെ അരയായിട്ടോ കാലായിട്ടോ മുക്കാലായിട്ടോ ഒന്നും ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എന്ന എക്സ് ഡിവിഷൻലെസ് ആണ്. അനാത്മാവിന് ഇവിടെ ഒരു പേര് കൊടുക്കുന്നുണ്ട് ഈ ശ്ലോകത്തില്. എന്താണത്? ദേഹോ ബഹുവിരാവൃതഃ ആത്മാ നിഷ്കളഹ ഏകഹ എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ദേഹോ ബഹുഭിരാവൃതഃ. ദേഹോ ദേഹഃ ഇത് ബഹുഭിഹി ആവൃതഃ, പലതാൽ ചേർക്കപ്പെട്ടിട്ടുള്ളതാണ്, പലത് ചേർന്നിട്ടുള്ളതാണ് ദേഹഃ. ബഹുഭിഹി ആവൃതഃ, പലതാൽ ചേർന്നിട്ടുള്ളത്. ഇവിടെ പലത്, അതായത് ബഹുഭിഹി എന്നാൽ ശരീരത്തിലെ അംഗങ്ങൾ. ദേഹഃ എന്നാൽ ഇവിടെ സൂക്ഷ്മ ശരീരമാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് ദേഹഃ എന്നാൽ സൂക്ഷ്മ ശരീരം എന്നാണ് ഈ ശ്ലോകത്തിൽ മനസ്സിലാക്കേണ്ടത്. ബഹുഭിഹി ആവൃതഃ, പലതാൽ ചേർന്നിട്ടുള്ളത്. സൂക്ഷ്മ ശരീരം പലതിനാൽ,
ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. എന്തൊക്കെയാണ്? മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം 4 ഉണ്ടെന്ന് നമുക്കറിയാം. പിന്നെന്തെയാണ്? 5 ജ്ഞാനേന്ദ്രിയം, 5 കർമ്മേന്ദ്രിയം, 5 പ്രാണൻ. അപ്പോ 3 5 15 4 19. ചിലര് ചിത്തം അഹങ്കാരം മാത്രം അവിടെ പറയും, അതിനകത്ത് ബുദ്ധി എല്ലാം അവിടെ തന്നെ വരും. ചിലര് മനസ്സ് ബുദ്ധി മാത്രം പറയും, അതിനകത്ത് ചിത്തവും അഹങ്കാരവും ഉൾപ്പെടും. ഏതായാലും 17 അല്ലെങ്കിൽ 19 ഏറ്റവും സുഖമായിട്ട് നമുക്ക് വിവരിക്കാൻ എളുപ്പം. അപ്പോ അങ്ങനെയുള്ള ബഹുബിഹി ആവൃത ദേഹ എന്നിവിടെ പറയുമ്പോൾ സൂക്ഷ്മ ശരീരം. ഇനി ദേഹ എന്നത് സ്ഥൂല ശരീരമായിട്ട് എടുത്താലോ? ഇപ്പൊ നമ്മൾ സൂക്ഷ്മ ശരീരമായിട്ട് എടുത്തു. അങ്ങനെ വരുമ്പോൾ 19 കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു ബഹുബിഹി ആവൃത. ഇനി സ്ഥൂല ശരീരമായിട്ട് എടുക്കുമ്പോൾ ദേഹ എന്നത് ബഹുബിഹി എന്നതിനെ പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടാക്കിയത് എന്നാക്കി മാറും ദേഹം. ശരീരമായിട്ട് സ്ഥൂല ശരീരമായിട്ട് എടുക്കുമ്പോൾ ബഹുബിഹി ആവൃത എന്നുള്ളത് പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചത്. അങ്ങനെ ഏകമല്ല അനേകം. അവിടെ ഏകം എന്ന് പറയാൻ പറ്റുമോ ശരീരത്തിന്? പറ്റില്ല, അനേകമാണ്. സൂക്ഷ്മ ശരീരം എടുത്താലും അനേകമാണ്, സ്ഥൂല ശരീരം എടുത്താലും അനേകമാണ്. സ്ഥൂല ശരീരം എടുക്കുമ്പോൾ 5 കാര്യങ്ങളുണ്ട്, പഞ്ചഭൂതങ്ങളാ നിർമ്മിതമാണ്, അനേകമുണ്ട്, ഒന്നല്ല. ഇനി തയോഹോ ഐക്യം, തയോഹോ ഈ രണ്ടിൻ്റെയും, ഇവിടെ ആത്മാവിൻ്റെയും ദേഹത്തിൻ്റെയും ആത്മ അനാത്മ പ്രപശ്യന്തി വിചാരിക്കുന്നു, രണ്ടിൻ്റെയും ഐക്യം വിചാരിക്കുന്നു. സാധാരണ മനുഷ്യർ ഇത് രണ്ടിൻ്റെയും ഐക്യം വിചാരിക്കുന്നു, അങ്ങനെ മനസ്സിലാക്കുന്നു, രണ്ടും ഒന്നാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അവർ ആരാണ്? അജ്ഞാനികൾ, അതായത് മൂഢന്മാർ. തയോരൈക്യം പ്രപശ്യന്തി കിം അജ്ഞാനമതപരം. ഉപനിഷത്തുകള് ജീവബ്രഹ്മ ഐക്യത്തെയാണ് പറയുന്നത്. നമ്മളാകട്ടെ ബ്രഹ്മ ശരീര ഐക്യത്തെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലേ? നേരത്തെ ഒട്ടും പ്രയാസമില്ലാതെ തെളിച്ചു വച്ചിരിക്കുക. നേരത്തെ ഇപ്പൊ ആചാര്യസ്വാമികൾ ഇപ്പൊ ജീവബ്രഹ്മ ഐക്യം പഠിപ്പിക്കാനായിട്ട് എന്തെല്ലാം പുസ്തകങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു, എന്തെല്ലാം വേദാന്തത്തിൽ എന്തെല്ലാം പ്രയാസമാണ് ഇതൊന്നും മനുഷ്യനെ മനസ്സിലാക്കി തരാൻ. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? ഒരു പ്രയാസവും ഇല്ലാതെ ഈ ശരീരത്തെ ബ്രഹ്മത്തുമായിട്ട് ഐക്യം ചെയ്ത് വെച്ചിരിക്കുക. ജീവബ്രഹ്മൈക്യത്തിന് ഒരുപാട് ബുദ്ധിമുട്ട്, ശരീരബ്രഹ്മൈക്യത്തിന് നമുക്ക് ഒരു പ്രയാസമില്ലാതെ നമ്മളിപ്പോൾ കൊണ്ടു നടക്കുകയാണ്. ആർക്കും ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല, ഒരു മഹർഷിയും ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല, ഒരു ഈശ്വരനും ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല. നമ്മൾ ജനിച്ച അപ്പത്തൊട്ട് എത്രയോ ജന്മങ്ങളായിട്ട് ബ്രഹ്മശരീര ഐക്യം വെച്ചിരിക്കുകയാണ്. ഞാൻ ഈ ശരീരം കറക്റ്റ്, ഒരു പ്രശ്നമില്ല. രണ്ടും പരസ്പര വിരുദ്ധമാണെന്ന് നമുക്കറിയാം. ഇപ്പൊ പഠിച്ചപ്പോ കുറെ കൂടെ നന്നായിട്ട് അറിയാം. രണ്ടും പരസ്പര വിരുദ്ധമാണ്, എന്നിട്ടും നാം ഐക്യപ്പെടുത്തി വെച്ചിരിക്കുന്നു. അപ്പോൾ ഉപനിഷത്തിന്റെ ജോലി ഇരട്ടിയായി. എന്താ കാര്യം? അറിയാത്ത ഒരാളെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടില്ല, തെറ്റായിട്ട് അറിഞ്ഞു വെച്ചിരിക്കുന്ന ഒരാളെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അയാളെ തെറ്റായിട്ട് അറിഞ്ഞു വെച്ചിരിക്കുന്നതിനെ മാറ്റിയിട്ട് വേണം ശരിയായത് പറഞ്ഞു കൊടുക്കാൻ. ഒന്നും അറിയാത്ത ഒരാൾക്ക് ശരിയായ കാര്യം പറഞ്ഞു കൊടുത്താൽ മതി, പ്രശ്നമൊന്നുമില്ല, തീർന്നു, അയാളത് മനസ്സിലാക്കും, ഓക്കെ. ഇവിടെ തെറ്റായിട്ട് ജന്മജന്മാന്തരങ്ങളായിട്ട് ഉറച്ചിരിക്കുകയാണ് തെറ്റ്. ആ തെറ്റിനെ മാറ്റണം, അതിനെ മാറ്റി പിന്നെ ശരിയായത് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഉപനിഷത്തിന് ജോലി അതികഠിനമായി. കിം അജ്ഞാന അതപരം, അതപരം ഇതിന് മേൽ കിം അജ്ഞാനം, ഇതിനെക്കാട്ടിലും വലിയൊരു അജ്ഞാനം ഉണ്ടോ? ഇല്ല. അതായത് ഏറ്റവും പരമമായ ജ്ഞാനം ആത്മജ്ഞാനമാണ്. ഏറ്റവും പരമമായ ജ്ഞാനം ആത്മജ്ഞാനം, അതിനു മേലെ ഒരു ജ്ഞാനമില്ല. ഒരേ ഒരു ജ്ഞാനം, മറ്റുള്ള അറിവുകളൊന്നും ജ്ഞാനമല്ല. അതുപോലെ ശരീരത്തെ ഞാൻ എന്ന് വിചാരിക്കുന്നത് ഏറ്റവും വലിയ അജ്ഞാനം. ഇതാണ് അപരോക്ഷാനുഭൂതിയിലെ ആദ്യത്തെ വളരെ പ്രസക്തമായ ഭാഗം. ഞാൻ ശരീരത്തെ ഞാൻ എന്ന് വിചാരിക്കുന്നത് ഏറ്റവും വലിയ അജ്ഞാനം. 17ാമത്തെ ശ്ലോകം പറഞ്ഞു തരുന്നു, ശരീരത്തെ ഞാൻ എന്ന് വിചാരിച്ചിരിക്കുന്നതാണ് ഏറ്റവും വലിയ അജ്ഞാനം. ആ അജ്ഞാനത്തെ ആദ്യം മാറ്റണം. അതിനുള്ള വഴികൾ ഇനി വഴിയെ പറഞ്ഞു തരും. വസ്തുക്കളെ കുറിച്ചുള്ള ജ്ഞാനം അഥവാ അറിവ് ശരിയായ ജ്ഞാനമല്ല,
കാരണം വസ്തുവിൽ വരുന്ന മാറ്റം കൊണ്ട് അറിവും മാറും. എന്തുകൊണ്ടാണ് വസ്തുക്കളെ കുറിച്ചുള്ള നമ്മുടെ അറിവിനെ ജ്ഞാനം എന്ന് പറയാത്തത്? എന്നാൽ ആ വസ്തുക്കൾക്ക് മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ അറിവും മാറിക്കൊണ്ടിരിക്കും. മാറുന്ന ഒരു അറിവിനെ ജ്ഞാനം എന്ന് പറയാൻ പറ്റില്ല. ആത്മജ്ഞാനം അങ്ങനെയല്ല. ഒരിക്കൽ ആത്മജ്ഞാനം വന്നാൽ അത് ശാശ്വതമാണ്, അത് പിന്നെ മാറില്ല, അതിന് മാറ്റമില്ല. ഇപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ നമുക്കൊരു 25 വയസ്സെന്ന് വിചാരിക്കുക. 25 വയസ്സിന്റെ അറിവുണ്ട്. ഒരു 5 കൊല്ലം കഴിയുമ്പോൾ 30 വയസ്സ്. 30 വയസ്സിലുള്ള അറിവ് 25 വയസ്സിന്റെ അറിവാണോ? അല്ല, തീർച്ചയായിട്ടും അല്ല. ഓരോ ദിവസവും അറിവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, മാറിക്കൊണ്ടിരിക്കും. വർദ്ധിക്കൽ മാത്രമല്ല, ചിലപ്പോ നേരെ തിരിച്ചാവുകയും ചെയ്യും. നേരത്തെ വിചാരിച്ചിരുന്ന അറിവ് അത് തെറ്റാണെന്ന് ഇപ്പൊ ബോധ്യപ്പെടുകയും കൂടെ ചെയ്യും. ഒരുപാട് അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പൊ പറഞ്ഞ കാര്യമല്ല, ഒരു 10 വർഷം പറഞ്ഞാൽ കഴിയുമ്പോൾ പറയുക. ഓരോ വയസ്സിലും അറിവുകൾ മാറിക്കൊണ്ടേ ഇരിക്കും. നമ്മുടെ എല്ലാവരുടെ അവസ്ഥ അതാണല്ലോ. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇതിലോട്ട് വന്നത്. ഏറ്റവും രസകരമായ കാര്യം നമ്മളെ കുറിച്ച് ആലോചിച്ചാൽ മതി. ഇപ്പോ ഈ അപരോക്ഷ അനുഭൂതിയിലോട്ടും വിവേക ചൂടാമണിയിലോട്ടും തത്വബോധത്തിലും ഒക്കെ വരാൻ കാരണം എന്താണ്? ഇതുവരെ അറിഞ്ഞതൊന്നും അറിവല്ല എന്നൊരു ബോധ്യം ഉള്ളിൽ വന്നതുകൊണ്ടാണ്. ഇത്രയും വർഷം അല്ലേ, പല പ്രായക്കാരുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ. ഇത്രയും വർഷം കിട്ടിയ അറിവൊന്നും യഥാർത്ഥ അറിവല്ല എന്ന് ബോധ്യം വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു അറിവിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, പരമമായ അറിവ് ആത്മജ്ഞാനമാണ് എന്നുള്ളത്. അതിനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വസ്തുക്കൾ അനിത്യമാണ്, അതുകൊണ്ട് അവയെക്കുറിച്ചുള്ള അറിവും അനിത്യമാണ്. ലോകസംബന്ധമായ നമ്മുടെ പല അറിവില്ലായ്മയും ശരിയായ അജ്ഞാനം എന്നതിനെ പറയില്ല. ലോകസംബന്ധമായ നമ്മുടെ പല അറിവില്ലായ്മയെയും ശരിയായ അജ്ഞാനം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു പ്രായത്തിന് ശേഷം പലതും അറിയാതിരിക്കുന്നതാണ് നല്ലത്. അതിലേക്ക് നമ്മൾ വന്നിരിക്കേണ്ട ഭാഗമാണ്. ഒരു പ്രായത്തിന് ശേഷം പലതും അറിയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. വയസ്സായ ഇപ്പോ ആൾക്കാർക്ക് ഒരു കംപ്ലൈന്റ് ഉണ്ട്. ആരും ഒന്നും എന്നോട് പറയുന്നില്ല, എന്നോട് ആരും ഒന്നും പറയുന്നില്ല, എനിക്കൊന്നും അറിയാൻ പറ്റുന്നില്ല, അറിയുന്നേ ഇല്ല, ഒന്നും അറിയുന്നില്ല എന്ന് കംപ്ലൈന്റ്. ആര് വന്നാലും കംപ്ലൈന്റ് പറയും, ആരും എന്നോടൊന്നും അറിയുന്നില്ല എന്നുള്ള കംപ്ലൈന്റ്. അപ്പൊ ആലോചിച്ച് നോക്കുക, ഇനി എന്തറിയാൻ? ഈ അറിവൊന്നും അറിവല്ല, ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതിനി നിർത്തണം. ഇനി നിർത്തിയിട്ട് എന്തറിവിലേക്ക് പോകണം? ആത്മജ്ഞാനത്തിലേക്ക് പോകണം. മാറ്റമില്ലാത്ത ജ്ഞാനത്തിലേക്ക് പോകണം, മാറ്റമില്ലാത്ത അറിവിലേക്ക്. അതാണ് ജ്ഞാനം. ആത്മജ്ഞാനം വന്നാൽ എന്താ? ഒരു പ്രത്യേക സമാധാനം ഉണ്ടാകും. ഈ പുറത്ത് ഉള്ളതിനെ കുറിച്ചുള്ള അറിവുകൾ കിട്ടിക്കൊണ്ടിരിക്കും തോറും സമാധാനം നഷ്ടപ്പെടുകയുള്ളൂ. ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുവന്ന് കിട്ടുന്ന അറിവുകളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും തോറും മനസ്സിൽ സംശയങ്ങളും വർദ്ധിക്കും, സമാധാനവും നഷ്ടപ്പെടും. അതാണ് ഇപ്പൊ പ്രാക്ടിക്കലി കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം ആത്മജ്ഞാനം കിട്ടിയ യോഗികൾ സമാധാനമായിട്ടിരിക്കുന്നു. അവര് സംസാരത്തില് സ്ഥിതപ്രജ്ഞരായി സഞ്ചരിക്കുന്നു. അവരെ കണ്ടാൽ നമുക്ക് തോന്നും നമ്മളെ പോലെയാണെന്ന്. അതാണ് നേരത്തെ പറഞ്ഞേ, അവര് ആത്മജ്ഞാനത്തിലാണ്, ആത്മാനുഭൂതിയിലാണ്, അവര് അപരോക്ഷ അനുഭൂതി അനുഭവിക്കുന്നവരാണ്. അപ്പോ എപ്പോഴും അറിയണം എന്ന് തോന്നൽ നമ്മളെ വിട്ടുമാറില്ല. എപ്പോൾ? നമ്മൾ വിജ്ഞാനമയ കോശത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം. നമ്മൾ പഠിച്ചല്ലോ കോശങ്ങള്: അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം എന്നൊക്കെ പഠിച്ചു നമ്മൾ. അതില് വിജ്ഞാനമയ കോശത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം അറിയണം എന്ന തോന്നലില് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. ഇനിയും അറിയണം എന്ന്. പക്ഷെ ആ വിജ്ഞാനമയ കോശത്തിലുള്ള ഇരിപ്പ് ആത്മാവിനെ കുറിച്ചുള്ള അറിയണം എന്നുള്ളൊരു ആഗ്രഹത്തിലല്ല. ഈ ലോകത്തെക്കുറിച്ചുള്ള, ലോകത്തിലുള്ള കാണുന്നതിനെ കുറിച്ചുള്ള, കേൾക്കുന്നതിനെ കുറിച്ചുള്ള, സ്പർശിക്കുന്നതിനെ കുറിച്ചുള്ള, രുചിക്കുന്നതിനെ കുറിച്ചുള്ള, മണക്കുന്നതിനെ കുറിച്ചുള്ള, ഇതിനെക്കുറിച്ചുള്ള അറിവിനെയാണ് തേടിക്കൊണ്ടിരിക്കുന്നത്. ഏത്? വിജ്ഞാനമയ കോശം. അവിടെ നിന്ന് കടക്കണമെങ്കിൽ ആത്മജ്ഞാനത്തിലേക്ക് പ്രവേശിച്ചാലേ അവിടെ നിന്ന് കടക്കാൻ പറ്റുള്ളൂ. അപ്പോ എന്ത് വേണം? പ്രായമാകുമ്പോൾ, ഒരു പരിധി കഴിയുമ്പോൾ, എപ്പോഴാണോ ഇനി പക്വത വരുന്നത്, ആ പക്വത നേടിയാൽ പിന്നെ മുന്നോട്ട് പോകേണ്ടത് ഈ വഴിയിലൂടെ ആയിരിക്കണം. നമ്മൾ
ബലമായിട്ട് ചേർത്ത് വെച്ചിരിക്കുന്ന ആത്മാവല്ലാത്ത ശരീരത്തെ ആത്മാ എന്ന് മുറുകെ പിടിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആ അറിവിനെ മാറ്റിയിട്ട് അനാത്മാവാണ് ഈ ശരീരം എന്ന് തിരിച്ചറിയണം. 22ാമത്തെ ശ്ലോകം വരെ ഇനി ആദ്യത്തെ വരി മാറും, രണ്ടാമത്തെ വരി മാറില്ല. രണ്ടാമത്തെ വരിയിലാണല്ലോ കാര്യം പറയുന്നത്. എന്താ പറയുന്നത് രണ്ടാമത്തെ വരിയില്? തയോരൈക്യം പ്രപശ്യന്തി കിമജ്ഞാനമതപരം. ഇങ്ങനെ വിരുദ്ധമായതിനെ ചേർത്ത് വെച്ചിരിക്കുന്നു. ഇതിൽ കൂടുതൽ വലിയൊരു അജ്ഞാനം വേറെ എന്താണുള്ളത് എന്നുള്ളത് പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം നമ്മളത് മനസ്സിലാക്കണ്ടേ. നമ്മളോട് പറയാണ് ഇതിൽ കൂടുതൽ അജ്ഞാനം വേറെ എന്താണ് നിനക്കുള്ളത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇനിയുള്ള ശ്ലോകങ്ങളിൽ. 22ാമത്തെ ശ്ലോകം വരെ പറയുന്നതാണ് പറയുന്നത്. 17 17, 18, 19, 20, 21, 22 ഇത്രയും ശ്ലോകങ്ങളിൽ പറയും തയോരൈക്യം പ്രപശ്യന്തി കിം അജ്ഞാനമതപരം. ഇതിൽ കൂടുതൽ വലിയ അജ്ഞാനം വേറെ എന്താണുള്ളത് എന്ന് നമ്മളോട് ചോദിക്കും. അങ്ങനെയുള്ള തന്മയുള്ള ആത്മാവിനും അനാത്മാവിനും ഐക്യം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ആത്മാവിനും അനാത്മാവിനും ഐക്യം വെച്ചിരിക്കുകയാണ് നമ്മൾ. ഇതിൽ കൂടുതൽ അജ്ഞാനം ഇനി എന്താണ് കുഞ്ഞേന്ന് നമ്മളോട് ചോദിക്കും. അങ്ങനെ അജ്ഞാനം കാണുന്നവരുടെ എന്താ പറയാ, ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും ഐക്യത്തെ വെച്ചുകൊണ്ട് നടക്കുന്നവരെ മൂഢന്മാർ എന്ന് പറയും. അതിൽ പരം അജ്ഞാനം വേറെ ഒന്നുമില്ല. പല പ്രാവശ്യം ഈ കാര്യം പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുഖ്യത്വം നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ശരിയായിട്ടുള്ള അജ്ഞാനം. ശരീരത്തെ ആത്മാ എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുക. രണ്ടും പരസ്പര വിരുദ്ധം. ശരീരത്തിൻ്റെ ധർമ്മങ്ങൾ ആത്മധർമ്മങ്ങളല്ല. ആത്മാവിൻ്റെ ധർമ്മം വേറെ, ശരീരത്തിൻ്റെ ധർമ്മം വേറെ. ശരീരം നശിക്കുന്നതാണ്, ആത്മാ നശിക്കാത്തതാണ്. ശരീരം പലതാൽ ഉണ്ടാക്കപ്പെട്ടതാണ്, ആത്മാ ഏകമാണ്. ശരീരം സ്വയം പ്രകാശിക്കുന്നതല്ല, ആത്മാ സ്വയം പ്രകാശിക്കുന്നതാണ്. ഇങ്ങനെ പരസ്പര വിരുദ്ധമായ രണ്ടിനെ നമ്മൾ ഞാൻ എന്ന്, ഈ ശരീരം എന്ന് ചേർത്ത് ജന്മജന്മങ്ങളായിട്ട് ചേർത്ത് വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് മാറാൻ ഭഗവാൻ നമുക്ക് അനുഗ്രഹം തരട്ടെ. നമ്മുടെ ഉള്ളിൽ അത് മനസ്സിലാക്കാനുള്ള ശക്തി തരട്ടെ. അത് പ്രാക്ടിക്കലായിട്ട് ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് മുന്നേറുവാൻ, വ്യവഹാരത്തിൽ ഏർപ്പെടുവാനുള്ള കഴിവ് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ ഉപസംഹരിക്കാം. എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. എല്ലാവർക്കും സായിരാം. ഇനി ക്ലാസ് അടുത്ത വെള്ളിയാഴ്ചയുള്ളേ. സായിരാം. സായിരാം സാർ.